ആ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇവിടെ ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് അത് വലിയ ഗുരുതരമായ തെറ്റാണ്. ഗുരുതരമായ തെറ്റാണ്. കാരണം ഇന്ത്യയുടെ നമ്മുടെ നിയമവ്യവസ്ഥയാണ് ഒരു ജഡ്ജിക്ക് ജഡ്ജ് ക്യാൻ ഒരു ജഡ്ജ് ഒരു ജഡ്ജിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എപ്പോഴും ശരിയായ ഉത്തരവുകളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ശരിയായ ഉത്തരവുകൾ മനുഷ്യനല്ലേ, തെറ്റുപറ്റാം. അപ്പോൾ ജഡ്ജസ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് എ ജഡ്ജ് ക്യാൻ പാസ് എ റൈറ്റ് ഓർഡർ ആസ് വെൽ ആസ് എ റോങ് ഓർഡർ. ഒരു ശരി ഉത്തരവും പാസ്സാക്കാം, തെറ്റുത്തരവും പാസ്സാക്കാം. ഒരു തെറ്റുത്തരവ് ഉത്തരവ് തെറ്റായിപ്പോയി എന്ന് ഒരാൾക്ക് തോന്നുന്നത് കൊണ്ട് ജഡ്ജി അനാവശ്യം കാണിച്ചു എന്നുള്ള രീതിയിൽ വ്യക്തിപരമായിട്ട് ജഡ്ജിയെ അവഹേളിക്കുന്നതോ അല്ലെങ്കിൽ ജഡ്ജിക്ക് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള സന്ദേശങ്ങളോ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലോ അല്ലാതെ മീഡിയയിലോ അല്ലാതെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വെളിവാക്കിയാൽ പോലും അത് കേസെടുക്കേണ്ട ക്രിമിനൽ കുറ്റമാണ്. അത് പുറത്തു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. അത് ആ രീതി നമ്മുടെ നിയമവാഴ്ച അനുശാസിക്കുന്നത് അതാണ്. എ ജഡ്ജ് ക്യാൻ പാസ് എ റൈറ്റ് ഓർഡർ ആസ് വെൽ ആസ് എ റോങ് ഓർഡർ. ശരി ഉത്തരവും പാസ്സാക്കാം, തെറ്റുത്തരവും പാസ്സാക്കാം. ഉത്തരവ് തെറ്റായിപ്പോയി എന്നുള്ള കാരണം ഉണ്ടെങ്കിൽ അതിന് മേൽക്കോടതികളുണ്ട് അത് കറക്റ്റ് ചെയ്യാൻ ഉണ്ട്. വധശിക്ഷയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ കൺഫർമേഷന് വിധേയമാണ്. ഇതൊരു ഫൈനൽ ജഡ്ജ്മെന്റ് അല്ല. അതുകൊണ്ടാണ് ഞാനത് ശരിയായിട്ട് ഞാൻ അതിനെക്കുറിച്ച് അപഗ്രഥിച്ചൊരർത്ഥം ഞാൻ പറയാത്തത്. അതിൻ്റെ കാരണം അതുകൊണ്ടാണ്. പറയാൻ പാടില്ല. കൺഫർമേഷന് വിധേയമാണ്. ഹൈക്കോടതി തീരുമാനിക്കും. 366 വകുപ്പ് അനുസരിച്ച് ഹൈക്കോടതി തീരുമാനിക്കും. CRPCയിലെ നേരത്തെയുള്ള CRPCയിലെ 366 വകുപ്പ് അനുസരിച്ച് ഹൈക്കോടതി തീരുമാനിക്കും അത് കൺഫർമേഷൻ കൊടുക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളത്. ആ കൺഫർമേഷൻ ആകുന്നത് വരെ ഇൻഫാക്ട് ട്രയൽ കണ്ടിന്യൂസ്. വിചാരണ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാണ്. ഒരു വിചാരണ തീരുന്നത് ഒരാളെ കൺവിക്ട് ചെയ്യുമ്പോൾ കുറ്റക്കാരനാണെന്ന് കാണുമ്പോഴോ മാത്രമല്ല, ശിക്ഷ കഴിയുമ്പോഴാണ് അയാൾക്ക് സെൻറ്റൻസ്. കൺവിക്ഷൻ ആൻഡ് സെൻറ്റൻസ് ആകുമ്പോഴേ ജഡ്ജ്മെൻ്റ് ആകുന്നുള്ളൂ. പക്ഷേ ഇവിടെ കൺവിക്ഷൻ ആൻഡ് സെൻറ്റൻസ് ആയാലും ആ സെൻറ്റൻസ് എന്ന് പറയുന്ന ആ വിധി, അതായത് ആ ശിക്ഷ എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ കൺഫർമേഷന് വിധേയമാണ്. ഹൈക്കോടതിയുടെ കൺഫർമേഷന് വിധേയമാകുന്നത് വരെ, കൺഫേം ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ഹൈക്കോടതി അത് നിരാകരിക്കുന്നത് വരെ ട്രയൽ കണ്ടിന്യൂസ്, വിചാരണ തുടരുകയാണ്. അതാണ് കാര്യം. ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയിലോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ വിരോധം മൂലമോ ഒക്കെ വരുമ്പോൾ അത് മാത്രമായിട്ട് എല്ലാവരും കൂടെ ഒരു ഗൂഢാലോചനയൊക്കെ നടത്തിയിട്ട് വന്ന് ഇതുപോലെ ഒരുതന്നെ കൊല്ലുന്നത് പലപ്പോഴും അത് ഒരു ഈ രീതിയിൽ ഒരു അപൂർവം അങ്ങനെ അത്യപൂർവമായിട്ട് മാറത്തില്ല. അപ്പോൾ എനിക്ക് ഈ 15 പേരുടെ കാര്യം കണ്ടപ്പോൾ എനിക്ക് വലിയ അതിശയമായി. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കാരണം ഹൈക്കോടതിയുടെ കൺഫർമേഷന് വിധേയമായ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം ഒന്നും ശരിയല്ല. എല്ലാ മാധ്യമങ്ങളും ഒന്നെന്നെ വിളിച്ചിരുന്നു, ഞാൻ ഒന്നിലും പറഞ്ഞില്ല. അതിൻ്റെ കാരണം അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. പക്ഷേ അത് ഒരു ശരിയായ വിധിയാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ഒരു യഥാർത്ഥത്തിൽ ഒന്നിലധികം ആളുകളെ കൊന്നാൽ പോലും അത് റയറസ്റ്റ് എമംഗ് റയർ ആവണമെന്നുണ്ടെങ്കിൽ വേറെ കാര്യങ്ങളൂടെ അതിന് വേണം. മൾട്ടിപ്പിൾ മർഡേഴ്സ് മാത്രം ആയാൽ പോലും ചിലപ്പോൾ അത് റയറസ്റ്റ് എമംഗ് റയർ ഒന്നും ആവണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളായിരിക്കും. പക്ഷേ അങ്ങനെ മൾട്ടിപ്പിൾ മർഡേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒന്ന് ന്യായീകരിക്കാം. അത് ആ ജഡ്ജിയുടെ കോൺഷ്യൻസ് വെച്ച് നോക്കാം. ഇത് റയറസ്റ്റ് എമംഗ് റയറിൽ വരേണ്ടതാണ്. കാരണം ഇന്നതുപോലാണ്, അതിനകത്ത് ഇന്നാരെ കൊന്നു, ഒന്നുമില്ലാതെ ഇതേപോലെ കൊല്ലുന്നതാണ്. ഞാൻ പല എനിക്ക് ഏതാനും കേസുകളിൽ ഇത് ഇങ്ങനെ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിനെല്ലാം ഈ സ്പെഷ്യൽ റീസൺസ് ഉള്ള കാര്യം തന്നെയാണ്. എടുത്ത് പരിശോധിച്ചാൽ അറിയാം. എന്നാൽ ഒരുപാട് രാഷ്ട്രീയക്കാരെ എനിക്ക് ശിക്ഷിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ പൊളിറ്റിക്കൽ മർഡേഴ്സ് എന്നുള്ള പേരിൽ പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറയും. അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല കൊലപാതകത്തിനെല്ലാം അതെല്ലാം ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. ബ്രൂട്ടലായിട്ടുള്ള ഒരു ഇടപാട് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഉള്ള ഒരുപാട് രാഷ്ട്രീയക്കാരെ എനിക്ക് ശിക്ഷിക്കാനായിട്ടുണ്ട്. ഓരോ പ്രസ്ഥാനങ്ങളുടേത് ഇടയായിട്ടുണ്ട്. അത് ഞാൻ CPM-കാർ ഒരുപാട് പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BJP അനുഭവികളായിട്ടുള്ള ഒരുപാട് പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. പലപ്പോഴും പല സ്ഥലത്ത് മുസ്ലിം ലീഗിലെ പോലും ശിക്ഷിച്ചിട്ടുണ്ട്. ഒരു കൊലപാതകത്തിൽ, ഒരു കേസിൽ ഇത് ഒരുപാട് വന്നിട്ടുണ്ട്. അത് എനിക്ക് അങ്ങനെ വരുമ്പോൾ ഞാനിത് നോക്കാറില്ല. പക്ഷേ അത് റയറസ്റ്റ് എമംഗ് റയർ പലപ്പോഴും ആവത്തില്ല.